അപ്പം നമ്മൾ ഇന്നിവിടെ പറയുന്നത് ദ എയ്ത്ത് നൈറ്റ് എന്ന മൂവിയുടെ 2ാം പാർട്ടാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ പാർക്കിനെയും ചിയോങ്ങിനെയുമാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും തേക്കുവിലെത്തിയിട്ടുണ്ട്. ചിയോങ് ആണെങ്കിലോ നല്ല ഉറക്കമായിരുന്നു. പാർക്ക് വീട്ടുമായി രക്തം പറ്റിയ ഉടുപ്പും അതോടൊപ്പം തന്നെ ആ കത്തും നോക്കിയിരിക്കുന്നതായിട്ട് കാണിക്കും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. പാർക്കിൻ്റെ ഭാര്യയും കുട്ടിയും ഒരു കാർ അപകടത്തിൽ മരിക്കുന്നതായിട്ട് കാണിക്കും. കാർ ഓടിച്ചിരുന്നതോ ചിയോങ്ങിൻ്റെ അമ്മയുമായിരുന്നു. അതോടൊപ്പം തന്നെ ചിയോങ്ങും ആ വണ്ടിയിലുണ്ടായിരുന്നു. ആ ദിവസം പുള്ളിക്കാരി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിച്ചും അതോടൊപ്പം തന്നെ തൻ്റെ കുട്ടിയെ നോക്കണമെന്നുമായിരുന്നു ആ കത്തിൽ. അങ്ങനെ ഫ്ലാഷ് ബാക്കൊക്കെ കഴിയും. രണ്ടുപേരും വീണ്ടും യാത്ര തുടങ്ങും. പാർക്കിൻ്റെ കയ്യിൽ ഒരു മാപ്പുണ്ടായിരുന്നു. അതിൽ ഡെഡായവരുടെ എല്ലാം സ്ഥലം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ പാർക്ക് ആ ടണലിൻ്റെ അടുത്തേക്ക് വരും. അവിടെ ആ പോലീസും ഉണ്ടായിരുന്നു. എന്തോ നോക്കാനായി പാർക്ക് അങ്ങോട്ടേക്ക് പോകും. ആ ടൈമിലാണ് എന്തോ ഒരു ശബ്ദവും കേൾക്കുന്നത്. പോലീസ് പാർക്കിനെ നല്ലപോലെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് പാർക്കിൻ്റെ ID ചെക്ക് ചെയ്യും. കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പാർക്കിനെ പറഞ്ഞു വിടും. ആ ടൈമിലാണ് അവൻ്റെ ബാഗിലിരിക്കുന്ന കോടാലി കാണുന്നത്. ഇത് കണ്ട പോലീസ് ബാഗ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. പാർക്കാണെങ്കിലോ ഇത് കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. പുറകെ തന്നെ പോലീസ് പോയി പിടിക്കാൻ നോക്കും. അങ്ങനെ ഒരു ഫൈറ്റിന് ശേഷം പാർക്ക് അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടും. അവൻ്റെ കയ്യിൽ നിന്ന് മാപ്പ് മിസ്സായിട്ടും ഉണ്ടായിരുന്നു. മഴ വന്നതുകൊണ്ട് ചിയോങ് ഒരു വീടിനകത്ത് കയറിയിരിക്കും. അത് വേറെ ആരുടെയും വീടല്ലായിരുന്നു, വെർജിനായ ആ പെണ്ണിൻ്റെ വീടായിരുന്നു. അവന് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കും. ആ ടൈമിലാണ് ചിയോങ് അകത്തൊരു ഫോട്ടോ കാണുന്നത്. അത് വേറെ ആരുടെയും അല്ലായിരുന്നു, വെർജിനായ മന്ത്രവാദിയുടെ ഫോട്ടോ ആയിരുന്നു. അങ്ങനെ ചിയോങ് നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇവൻ നടന്നു പോകുന്ന വഴിയാണ് അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നത്. ഈ പെൺകുട്ടിയാണ് ഇന്നലെ രാത്രി കുടയും പിടിച്ച ആ മഴയത്ത് നിന്നത്. അവൾ ഇവനെ ഒരു പ്രത്യേക രീതിയിൽ നോക്കും. ഇതുപോലെ തന്നെ ചിയോങ്ങും ചെയ്യും. പെട്ടെന്നാണ് അവളുടെ കവിളിൻ്റെ അവിടുന്ന് ഒരു കണ്ണ് തുറന്നു വരുന്നത്. കണ്ണടഞ്ഞതിന് ശേഷമോ ഇവിടെ ഒരു പ്രത്യേക ചിരിയും. ഇത് കാണുമ്പോൾ തന്നെ ചിയോങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇവൾ തിരിഞ്ഞു നടന്നതിന് ശേഷം പുറകിലേക്ക് നോക്കും. അപ്പോഴോ ചിയോങ് അവിടെ നിന്ന് ഇല്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പോലീസുകാരെയാണ്. അവർ പാർക്കിൻ്റെ ID ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നീട് 2 പോലീസുകാരും കാറിൽ പോകും. കൂടെയുള്ള അസിസ്റ്റൻ്റ് ഒരു ചുമന്ന ഐറ്റം എടുത്ത് പുള്ളിക്ക് കൊടുക്കും. പുള്ളി ചോദിക്കും ഇതെന്താണെന്ന്. അസിസ്റ്റൻ്റ് പറയും നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല, ഇത് നല്ല ശക്തിയുള്ളൊരു ഐറ്റമാണ്. പ്രേതത്തിൽ നിന്നും പിശാചിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനുള്ളൊരു ഐറ്റം. അതോടൊപ്പം തന്നെ അവൻ്റെ ബ്ലഡ് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നും അവൻ പറയും. നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പുള്ളി ഐറ്റം എടുത്ത് പോക്കറ്റ് ഇടുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് പാർക്കിനെയും ചിയോങ്ങിനെയുമാണ്. ചിയോങ് പറയും അതാണ് ഷാമാൻ്റെ വീടെന്ന്. ഷാമാൻ എന്ന് പറയുന്നത് മന്ത്രവാദിനിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി രാത്രി ഷാമാൻ്റെ വീടിൻ്റെ പുറത്ത് വരും. ചിയോങ് ചോദിക്കും എന്തിനാണ് ഇവിടെ വന്നത്, എന്തിനാണ് പുള്ളിക്കാരിയെ കാണേണ്ടതെന്നൊക്കെ. ഇത് കേട്ട പാർക്ക് പറയും നീ ഇവിടെ നിൽക്കണ്ട, ഇനി പൊക്കോളാൻ. പക്ഷേ ചിയോങ് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാർക്ക് പറയും എനിക്ക് ആ പെൺകുട്ടിയെ കൊല്ലണമെന്ന്. ഇത് കേൾക്കുമ്പം ചിയോങ് ഒന്ന് നല്ലപോലെ ഷോക്കാകും. പാർക്ക് അവിടുന്ന് പോയതിന് ശേഷം ചിയോങ് അവിടുന്ന് ഓടിപ്പോകുന്നതായിട്ട് നമ്മളെ കാണിക്കും. പിന്നീട് കാണിക്കുന്നത് വീണ്ടും ആ പോലീസുകാരെയാണ്. പുള്ളിയുടെ കയ്യിൽ ആ മാപ്പ് ഉണ്ടായിരുന്നു. അസിസ്റ്റൻ്റ് വിളിക്കുമ്പം പുള്ളി അതൊന്നും കാര്യമാക്കത്തില്ല. പോലീസ് വേറെ റൂട്ടിൽ നടന്നു പോകും. അതായത് പാർക്കിനെ കണ്ടുപിടിക്കാനായിട്ട് നടന്നു പോകും. കുറച്ച് കഴിയുമ്പോൾ പാർക്കിനെ കണ്ടുപിടിക്കുകയും ചെയ്യും. പോലീസ് പാർക്കിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിലാണ് അസിസ്റ്റൻ്റ് വിളിക്കുന്നത്. പുള്ളി വിളിച്ചത് പ്രൊഫസർ കിമ്മിൻ്റെ കാര്യം പറയാനായിരുന്നു. കിം പണ്ടൊരു മെഡിറ്റേഷൻ ക്യാമ്പ് നടത്തിയിരുന്നു. അതിലുള്ള ആരും ഇപ്പം ജീവനോടെ ഇല്ല. ആകെയുള്ളത് വെർജിനായ മന്ത്രവാദിയായ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ കാണാതായ ഒരു പെൺകുട്ടിയുമാണെന്ന് പുള്ളി പറയും. ഇത് കേട്ട ഓഫീസർ ആ മന്ത്രവാദിനിയുടെ അഡ്രസ്സ് അയക്കാനായിട്ടും അവനോട് പറയും. മറ്റൊരിടത്താണെങ്കിലോ ചിയോങ് ആ പെൺകുട്ടിയെ വിളിക്കാനായിട്ട് പോകും. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പോകാമെന്ന് പറയും. ആ പെൺകുട്ടി ഒരു പ്രത്യേക രീതിയിൽ എന്തോ ഒന്ന് നോക്കും. പിന്നീട് രണ്ടുപേരും അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ പാർക്ക് ആ വീട്ടിലേക്ക് പോകും. അവിടെ മുഖം മൂടി ഒരാളെ കാണും. അത് മന്ത്രവാദിയാണെന്നോർത്ത് അവൻ വെട്ടാനോങ്ങും. ആ ടൈമിലാണ് പോലീസ് വന്ന് അവനെ തട്ടിമാറ്റുന്നത്. പിന്നീട് പോലീസും അവനും തമ്മിൽ അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കും. ആ ടൈമിൽ മുഖത്ത് ചുമന്ന കണ്ണുള്ള പെണ്ണകത്തേക്ക് കയറി വരും. അവൾ പോലീസിനെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. പക്ഷേ ഇവളുടെ ദേഹം ചുമന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇവള് കാണുന്നത് പോലീസിൻ്റെ കയ്യിൽ ആ ചുമന്ന തകിടുള്ളത്. ഇവളുടെ മുഖത്തെ ആ കണ്ണ് പാർക്ക് കാണും. ഇത് കണ്ട് അവന് പിടികിട്ടും സാത്താൻ ഇവളുടെ മേത്താണുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ എന്തോ മന്ത്രം അവൻ്റെ കോടാലിയിൽ എഴുതിയ ശേഷം ഇവളെ വെട്ടാനായി ഓടിക്കും. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട അവൾ അസിസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ പുറകിലേക്ക് നിൽക്കും. ആ ടൈമിലാണ് അവൾ ഇവൻ്റെ മണം പിടിക്കുന്നത്. ഇവനാണ് അടുത്ത ആളെന്ന് അവൾക്ക് പിടികിട്ടും. അവൻ്റെ മേത്തേക്ക് ചാടി കയറിയ ശേഷം അവൾ ആ കണ്ണു തുറക്കും. അങ്ങനെ ആ സാത്താൻ അവൻ്റെ ഉള്ളിലേക്ക് വീഴും. അവളുടെ ബോഡി അഴകി സൈഡിലേക്ക് വീഴുന്നത് പാർക്ക് കാണുകയും ചെയ്യും. അവൻ പാർക്കിനെ നോക്കി തന്നെ നിൽക്കും. പാർക്ക് കോടാലിക്ക് വെട്ടാൻ നോക്കുമ്പോഴോ അവൻ പാർക്കിൻ്റെ കഴുത്ത് കയറി പിടിക്കും.
ഇവിടെയല്ല ബുക്സാനിലേക്ക് വരാൻ പറയും. പിന്നീട് അവൻ അങ്ങോട്ടേക്ക് വന്ന് 2 പോലീസുകാരെയും കൂടി വെടിവെച്ച് കൊല്ലും. പിന്നീട് കാണിക്കുന്നത് ചിയോങ്ങിനെയും ആ പെൺകുട്ടിയെയുമാണ്. രണ്ടുപേരും കൂടി ബുക്സാനിലേക്ക് പോവുകയാണ്. അവിടെയാണ് പണ്ടത്തെ ആ സന്യാസിയും ഉണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിലോ പാർക്കും ബുക്സാനിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് യാത്രയാകും. ആദ്യം എത്തുന്നതാണെങ്കിലോ ആ കണ്ണ് ബോഡിയിൽ കയറിയ പോലീസായിരുന്നു. പുള്ളി അങ്ങോട്ടേക്ക് ചെന്ന് അവിടെയുള്ള എല്ലാ സന്യാസിമാരെയും കൊല്ലും. അവിടെ ആദ്യം ഡെഡായ ആ സന്യാസിയുടെ ബോഡിയും ഉണ്ടായിരുന്നു. ഈ പോലീസ് ആ സന്യാസിയെ നോക്കിയിരിക്കുന്നതായിട്ട് കാണിക്കും. രണ്ടാമതെത്തുന്നത് ചിയോങ്ങും ആ പെൺകുട്ടിയുമായിരുന്നു. അവിടെ എന്തൊക്കെ ശബ്ദങ്ങൾ കേട്ട് അവൾക്ക് പേടിയാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാല് വേദനിച്ച് അവളെയും കൊണ്ട് ചിയോങ് ഒരിടത്തേക്ക് വിശ്രമിക്കാനായിട്ട് പോകും. മൂന്നാമതായി അങ്ങോട്ടേക്ക് പാർക്ക് എത്തും. ചിയോങ് ആ വീട്ടിലുണ്ടെന്ന് പിടികിട്ടിയ പാർക്ക് അങ്ങോട്ടേക്ക് ചെല്ലും. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതെന്ന് പാർക്ക് ചോദിക്കും. ആ ടൈമിൽ ചിയോങ് നോക്കുമ്പോഴോ അവിടെ ആരുമില്ലായിരുന്നു. ആ പെൺകുട്ടി ഇല്ലായിരുന്നു. ഇതെന്താണെന്നറിയാതെ ചിയോങ് ഇരിക്കുമ്പോഴാണ് ആ സീൻ കട്ടായി ആ മന്ത്രവാദിനിയുടെ വീട് കാണിക്കുന്നത്. അവിടെ ശരിക്കുള്ള മന്ത്രവാദിനി പോലീസുമായി സംസാരിക്കുകയായിരുന്നു. പുള്ളിക്കാരി പറയും, ഞാനും പ്രൊഫസറിൻ്റെ മെഡിറ്റേഷൻ ക്യാമ്പിലുണ്ടായിരുന്നു. ഞാനൊരു മന്ത്രവാദിനി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ആത്മാക്കളെയും എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, ആ പ്രൊഫസറിൻ്റെ മകള് തന്നെയായിരുന്നു. അതായത് പുള്ളി ദത്തെടുത്ത് വളർത്തിയ മകൾ. പുള്ളിയുടെ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ടൈമിൽ അവൾ ആ വീട്ടിലുണ്ടായിരുന്നു. പുള്ളി വായിക്കുന്ന മന്ത്രങ്ങളെല്ലാം ഇവള് കേൾക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിൽ വെറുറ്റിന് ഒരു പെൺകുട്ടിയുടെ മരണം ആവശ്യമാണെന്നുള്ള കാര്യം ഇവൾ അറിയുന്നത്. അങ്ങനെ പുള്ളിക്ക് വേണ്ടി ഇവൾ സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് ആ മന്ത്രവാദിനിയുടെ കൂടെ പുള്ളിക്കാരിയുടെ വീട്ടിലേക്കും ഇവള് പോകും. പിന്നീട് കാണിക്കുന്നത് ചിയോങ്ങിനെയാണ്. അവൻ്റെ അടുത്ത് കറുത്ത കണ്ണുള്ള പെട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിവിടെ എങ്ങനെ വന്നെന്ന് പാർക്ക് ചോദിക്കും. അപ്പോഴാണ് നമ്മളെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ഇവൻ്റെ അടുത്ത് നിന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് പോയത് യഥാർത്ഥ മന്ത്രവാദിനിയായിരുന്നു. അവരെയാണ് അന്ന് ഇവൻ കണ്ടതും. പിന്നീട് യഥാർത്ഥ മന്ത്രവാദിനി പോലീസുമായി സംസാരിക്കും. അന്ന് നിങ്ങളുടെ അസിസ്റ്റൻ്റ് ഇവിടെ വന്നിരുന്നു. പുള്ളിക്ക് പുള്ളിയുടെ രക്തം കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു തകിടും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് പറയും. അതോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റിൻ്റെ രക്തമാണ് സ്വന്തം രക്തമാണെന്ന് പറഞ്ഞ് അന്ന് പ്രൊഫസറിന് കൊടുത്തത്. ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് ആ ആത്മാവാണെന്നും പുള്ളിക്കാരി പോലീസിനോട് പറയും. അതേ രക്തം തന്നെയാണ് അന്ന് ആ ഡോറിൻ്റെ മുമ്പിൽ വെച്ചതും. അതുകൊണ്ടാണ് സാത്താൻ വന്നിട്ട് അവിടെ നിന്ന് പോയത്. അതോടൊപ്പം തന്നെ എല്ലാവരും ബുക്സാനിലേക്കാണ് പോയതെന്നും പുള്ളിക്കാരി പോലീസിനോട് പറയും. ഇത് കേട്ട പോലീസ് അങ്ങോട്ടേക്ക് പോകാൻ റെഡിയാകും. അങ്ങനെ ഇവിടെ പാർക്കും ചിയോങ്ങും കൂടി ആ സാത്താനെ പിടിക്കാനുള്ള കെണികൾ ഉണ്ടാക്കുകയായിരുന്നു. ഇന്ന് 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസമായി. ആ സാത്താൻ ആദ്യം കയറിയത് പ്രൊഫസർ കിമ്മിൻ്റെ മേത്തായിരുന്നു. അവിടുന്ന് വേട്ടക്കാരൻ, പിന്നീട് ആ ഹോട്ടലിലെ ലേഡിയിലേക്ക്, അവിടുന്ന് ആ ടണലിൽ നിന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയിൽ നിന്ന് ആ ഡെലിവറി ബോയിലേക്ക്, പിന്നീട് ആ യൂണിഫോം ഇട്ട പെൺകുട്ടിയും, അങ്ങനെ ഒടുവിൽ ആ പോലീസ് ഓഫീസറിനെടുത്തു. അങ്ങനെ പാർക്കും ചിയോങ്ങും സാത്താനെ പിടിക്കാനുള്ള എല്ലാ കെണികളും ഉണ്ടാക്കി വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെ രാത്രി സാത്താൻ അങ്ങോട്ടേക്ക് വരും. അവൻ്റെ കയ്യിൽ ബുദ്ധപ്രതിമയും ഉണ്ടായിരുന്നു. അവനത് തീയിലേക്ക് വലിച്ചെറിയും. അവിടുന്ന് അവൻ പാർക്കിൻ്റെ അടുത്തേക്ക് നടക്കും. ആ ടൈമിലാണ് ചിയോങ് മന്ത്രങ്ങൾ എഴുതിയ കയറ് വലിച്ചു കൂട്ടിക്കെട്ടുന്നത്. സാത്താൻ പാർക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, നിന്നെയല്ലേ എനിക്ക് വേണ്ടത്, ആ പയ്യനെയാണെന്ന്. ഇത് കേട്ട പാർക്ക് ഷോക്കായി ചിയോങ്ങിനെ നോക്കി നിൽക്കും. ഈ ടൈമിൽ ആത്മാവായ പെൺകുട്ടി ചിയോങ്ങിൻ്റെ അടുത്തേക്ക് വരും. അവളിപ്പം സാത്താൻ്റെ അടിമയായിരുന്നു. അവൾ ചിയോങ്ങിൻ്റെ ഓമെന്ന് എഴുതിയ കോട്ട് അഴിക്കുന്നതായി കാണിക്കും. ആ ടൈമിൽ സാത്താൻ ഒരു തോക്കെടുത്ത് പാർക്കിന് കൊടുക്കും. ഇനി നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീ ആത്മഹത്യ ചെയ്തോളാൻ പാർക്കിനോട് പറയും. പാർക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോക്കെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് വെക്കും. ആ ടൈമിൽ തന്നെ അസിസ്റ്റൻറ്റിനെ അന്വേഷിച്ച് മറ്റേ പോലീസ് അങ്ങോട്ടേക്ക് എത്തും. ആ ടൈമിൽ തന്നെ വെടിയൊച്ച കേൾക്കും. ഇത് കേട്ട പോലീസ് അങ്ങോട്ടേക്ക് ഓടിപ്പോകും. പക്ഷേ വെടിവെച്ചത് പാർക്ക് സാത്താനെയായിരുന്നു. ആ ടൈമിൽ സാത്താൻ നല്ലപോലെ അലറാൻ തുടങ്ങും. അവൻ്റെ മുഖത്ത് കുറേ കണ്ണുകൾ വരും. അവൻ്റെ ഉള്ളിലുള്ള ആത്മാക്കളെല്ലാം പാർക്കിനെ ആക്രമിക്കാൻ തുടങ്ങും. ഈ ടൈമിൽ പാർക്ക് ചിയോങ്ങിനോട് ഓടി രക്ഷപ്പെടാൻ പറയും. ചിയോങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. കുറച്ച് തന്നെ സാത്താൻ വരും. ആ ടൈമിലാണ് പോലീസും സാത്താൻ്റെ മുന്നിലേക്ക് വരുന്നത്. നിനക്കിതെന്ത് പറ്റിയെന്ന് പോലീസ് അവനോട് ചോദിക്കും. പോലീസിൻ്റെ കയ്യിൽ ആ ചുമന്ന തകിടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നേരത്തേക്ക് അവൻ പഴയ രൂപത്തിലേക്കാകും. ഇവിടെ നോടി രക്ഷപ്പെട്ടോളാൻ അവൻ പോലീസിനോട് പറയും. പിന്നീട് അവൻ വീണ്ടും സാത്താനായി മാറും. അവൻ പോലീസിനെ അവിടുന്ന് വലിച്ചെറിയും. അങ്ങനെ വീണ്ടും സാത്താൻ ചിയോങ്ങിനെ പിടിക്കാനായി പോകും. ആ ടൈമിലാണ് പാർക്ക് വെടിവെക്കുന്നത്. പക്ഷെ വെടി ഒന്നും ഏൽക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്ക് കോടാലി എടുത്ത് സാത്താനെ വെട്ടാൻ തുടങ്ങും. പക്ഷേ ആ ടൈമിലാണ് പോലീസ് പാർക്കിനെ വെടിവെച്ചിരുന്നത്. പോലീസ് അവിടുന്ന് സാത്താൻ്റെ അടുത്തേക്ക് വരും. നോക്കുമ്പോഴോ സാത്താൻ അഴകിയിരിക്കുന്നു. കാരണം അവൻ ചിയോങ്ങിൻ്റെ മേത്ത് കയറിയിട്ടുണ്ടായിരുന്നു. പോലീസ് നോക്കുമ്പം ചിയോങ്ങിൻ്റെ നെറ്റിയിൽ ചുമന്ന കണ്ണ് കാണും. ചിയോങ് ആ പോലീസിനെ അവിടുന്ന് വലിച്ചെറിയുകയും ചെയ്യും. പോലീസ് ഒരു കൊമ്പിൽ തറച്ച് അവിടെ വെച്ച് തന്നെ ഡെഡാകും. അങ്ങനെ സാത്താൻ പാർക്കിൻ്റെ അടുത്തേക്ക് വരും. അവൻ ആ കറുത്ത കണ്ണുള്ള പെട്ട് തുറക്കും. ആ ടൈമിൽ ആകാശം ചുമന്ന് വരുന്നതും കറുത്ത് വരുന്നതുമൊക്കെ കാണിക്കും.
ഈ ടൈമിലും പാർക്കിന് സാത്താനെ കൊല്ലാൻ വേണ്ടി സാത്താൻ ഒരു ചാൻസ് കൊടുക്കും. ആ ടൈമിൽ പാർക്ക് അവൻ്റെ മുഖത്ത് തലോടും. അപ്പോഴാണ് ചിയോങ്ങിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്നത്. പാർക്കിന് അവനെ ഒരിക്കലും കൊല്ലാൻ കഴിയില്ലായിരുന്നു. ഇതൊക്കെ കണ്ട സാത്താൻ നീ വെറും ഒരു വിഡ്ഢിയാണെന്ന് പറഞ്ഞ് പാർക്കിനെ വെട്ടാനായി യോഗവും. പെട്ടെന്ന് പാർക്ക് അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് മന്ത്രങ്ങൾ ചൊല്ലും. ആ ടൈമിലാണ് കാണിക്കുന്നത് ചിയോങ്ങിൻ്റെ മുഖത്ത് രക്തങ്ങൾ കൊണ്ട് എഴുതിയ മന്ത്രങ്ങൾ. ഇതിനു വേണ്ടിയാണ് പാർക്ക് അവൻ്റെ മുഖത്ത് തലോടിയത്. ആ ടൈമിൽ തന്നെ സാത്താൻ പാർക്കിൻ്റെ മേത്തേക്ക് കയറും. പെട്ടെന്ന് തന്നെ അവനെ കൊന്നേക്കാൻ ചിയോങ്ങിനോട് പാർക്ക് പറയും. അങ്ങനെ ഒട്ടും താല്പര്യമില്ലാതെ ചിയോങ് പാർക്കിൻ്റെ തലയിൽ തുറന്നു വന്ന കണ്ണിലേക്ക് വെട്ടു. അങ്ങനെ ഒടുവിൽ നരകത്തിൻ്റെ വാതിലടയും. സാത്താനും ഇല്ലാതാകും. പാർക്കാണെങ്കിലോ പാപമോചിതനുമാകും. അങ്ങനെ മൂവിയുടെ ഒടുവിൽ ചിയോങ് ആ കണ്ണ് കണ്ടെത്തിയ മരുഭൂമിയിലേക്ക് പോകും. എന്നിട്ട് ആ കണ്ണ് അവിടെ തന്നെ വെക്കും. അത് പതിയെ കുഴിയിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടും കാണും. ചിയോങ് ഒരു ചെങ്ങലയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴോ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നു. അങ്ങനെ അവൾ ആ പെൺകുട്ടിയെ ചെകുത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടും കാണിക്കും. ഇതോടെ ഈ മൂവിയും തീരും.